ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. FRR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതിനായിട്ട് നമ്മൾ ബ്രെഡൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, ഈ സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പോകാം. ഉണ്ടാക്കാൻ തുടങ്ങുവാണേ. അതിനെ കുറച്ച് ഓയിലെടുത്ത് നന്നായിട്ട് ചൂടാക്കണം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ചൂടാകട്ടെ. അതിന് ശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താണ്. അതിന് ശേഷം കുറച്ച് ഇഞ്ചി, അതും കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം സവാള അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിന് പകരം നമുക്ക് ക്യാപ്സിക്കം വേണേലും ഇടാം കേട്ടോ. മുറിച്ചെടുത്ത പച്ചമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി, അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചുമലമുളക് പൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരണ്ടേ, ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം കുറച്ച് തക്കാളിക്ക അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് തക്കാളിക്ക നല്ല രീതിയിലൊന്ന് വഴറ്റണം, നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അത് നന്നായി ഇളകി എല്ലാം തക്കാളിക്കയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഇതിന് ആവശ്യമായിട്ടുള്ള ഈ തക്കാളിക്കയ്ക്കും സവാളയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളകി നല്ലതായിട്ട് എല്ലാം ശരിയായതിന് ശേഷമാണ് നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഒഴിച്ചിടുന്ന ടൊമാറ്റോ കെച്ചപ്പാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കണം. ഇത് രണ്ടും വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഇനിയാണ് നമ്മളതിലേക്ക് പീസാക്കി വെച്ചിരുന്നില്ലേ, ക്യൂബ് കഷ്ണം പോലെ നമ്മൾ വെച്ചിരുന്നതാണ്. ആ പീസ് ഓഫ് ബ്രെഡിൻ്റെ പീസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ആയിരിക്കും. കാരണം നമ്മളിത് കുറച്ചുകൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചെടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച്, ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ആദ്യത്തെ ഐറ്റമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കുക. നല്ല രീതിയിൽ മിക്സായതിന് ശേഷം ആണ് നമ്മളിത് സെർവ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റ് ഷെയറും ഒക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.